നോക്കൂ, അതിജീവനമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രാഷ്ട്രീയം. അല്ലാതെ മുദ്രാവാക്യങ്ങൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ ചിഹ്നങ്ങൾക്കോ അല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം കിട്ടുക എന്നുള്ളതാണ് ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം. ആ ജീവിതം അവർക്ക് ഉറപ്പു കൊടുക്കാൻ സാധിച്ചത് കൊണ്ടാണ് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം കിട്ടിയിട്ടില്ലാത്ത അത്രയും പിന്തുണയുമായിട്ട് ബി.ജെ.പിയുടെ സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, 2014 നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ സുദീർഘമായിട്ടുള്ള ചരിത്രത്തിൽ, സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കോൺഗ്രസ് ഇതര സർക്കാർ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുന്ന കൗതുകം അവിടെ സംഭവിച്ചു. 545 പാർലമെന്റിലെ 272 എന്ന് പറയുന്ന മാജിക് നമ്പർ ക്രോസ് ചെയ്യാൻ കോൺഗ്രസ് അല്ലാതെ ഒരു പാർട്ടിക്ക് 2014 വരെ സാധിച്ചിട്ടില്ല. ബി.ജെ.പി 272 ക്രോസ് ചെയ്ത് 284 സീറ്റ് മേടിച്ചു. എന്നാൽ 2019 എത്തുമ്പോൾ ഈ പറയുന്ന 272 സീറ്റുകൾ നിലനിർത്തുക എന്നോ 284 നിലനിർത്തുക എന്നുള്ളതോ ആയിരുന്നില്ല. ആന്റി ഇൻക്യുമൻസിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നില്ല. സീറ്റ് നില മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ബി.ജെ.പിയുടെ മുമ്പിലുള്ള പ്രയോറിറ്റി. 300 മേലെ സീറ്റുകൾ എന്നാണ് പ്രയോറിറ്റി വെച്ചത്. 303 സീറ്റുകൾ ബി.ജെ.പി ജയിച്ചു. 354 സീറ്റുകൾ എൻ.ഡി.എ മുന്നണിക്ക് ഒറ്റയ്ക്ക് നേടാൻ സാധിച്ചു. ഇത്തവണ നോക്കൂ, 2024 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ 300 സീറ്റുകൾ എങ്ങനെയും നിലനിർത്തുക എന്നുള്ളതല്ല ബി.ജെ.പിയുടെ പ്രയോറിറ്റി. ഇസ് ബാർ 400 കി പാർ എന്നാണ് പ്രധാനമന്ത്രി തന്നെ പറയുന്നത്. ഇത്തവണ 400-ലും-ഏറെ. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? കാരണം ഓരോ തവണയും ഡെലിവർ ചെയ്യുന്നത് കൊണ്ട്, 5 തവണത്തെ സർക്കാരുകൾ ഡെലിവർ ചെയ്യുന്ന ജനക്ഷേമ പദ്ധതികൾ, ജനോപകാര പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ഇത് എത്രയോ കോടിക്കണക്കിന് ജനങ്ങളെ കൂടിയാണ് ബി.ജെ.പി ഫോൾഡിലേക്ക് കൊണ്ടുവരുന്നത്. അവരുടെ മതം എന്തു ആയിക്കോട്ടെ, അവരുടെ ജാതി എന്തു ആയിക്കോട്ടെ, അവരുടെ രാഷ്ട്രീയം എന്തു ആയിക്കോട്ടെ, പക്ഷെ അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായിട്ടൊരു മാറ്റം അവിടെ ഉണ്ടാക്കുന്നു. ഇപ്പൊ എന്തുകൊണ്ടാ വനിതാ വോട്ടർമാർ കൂടുതലായിട്ട് ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്നത്? ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 33% മാത്രം വോട്ടുണ്ടായിരുന്ന ബി.ജെ.പി 2014 2019 ആയപ്പോൾ 37% വോട്ട് ഒറ്റയ്ക്കുള്ള പാർട്ടിയായി മാറി. എവിടെ നിന്ന് വന്നു ഈ പുതിയ വോട്ടുകൾ? നോക്കൂ, പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 4 കോടി വീടുകളാണ് ഈ രാജ്യത്ത് നിർമ്മിച്ചു കൊടുത്തത്. 4 കോടി വീടുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 കോടി മനുഷ്യർക്ക് സുരക്ഷിതമായിട്ട് കിടക്കാനൊരു ഇടം കിട്ടുന്നു. എത്ര ആളുടെ ജീവിതത്തെ അത് മാറ്റുന്നത്? 12 കോടി ശൗചാലയങ്ങൾ, അല്ലെങ്കിൽ 11 കോടി പൈപ്പ് വാട്ടർ കണക്ഷനുകൾ ജൽജീവൻ മിഷൻ പ്രകാരം, 3 കോടി ഗ്യാസ് സിലിണ്ടറുകൾ, 100% സമ്പൂർണ്ണ വൈദ്യുതീകരണം. ഇതൊക്കെ ആളുകളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്ന സംഗതികളാണ്. ആ ഗുഡ് ഗവർണൻസിന് വേണ്ടിയിട്ടാണ്, മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ 2 മുന്നണികൾ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എന്ത് കാര്യമാണ് പറയാനുള്ളത്? ഇവർക്ക് ഈ രാജ്യത്തിന്റെ ഭാവിയെ പറ്റി എന്താണ് പറയാനുള്ളത്? അടുത്ത ഒരു നൂറ്റാണ്ടിലേക്കുള്ള ഭാരതത്തെ പറ്റിയിട്ടുള്ള എന്ത് സങ്കല്പമാണ്, എന്ത് സ്വപ്നമാണ് ഇവർക്കുള്ളത്? വളരെ ഉപരിപ്ലവമായിട്ടുള്ള നൈമിഷികമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളല്ലാതെ ഇ.പി. ജയരാജൻ എന്താ പറഞ്ഞത്? ദല്ലാൽ നന്ദകുമാർ എന്താ പറഞ്ഞത്? ശോഭാ സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? ഇങ്ങനെയുള്ള വളരെ സാധാരണക്കാരന്റെ ജീവിതത്തെ തൊലിപ്പുറമെ പോലും സ്പർശിക്കാത്ത ചില രാഷ്ട്രീയ വിഷയങ്ങൾ അല്ലാതെ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. ബി.ജെ.പി തവണ പറയുന്നത്, എല്ലാ തവണത്തെയും പോലെ പറയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയത്തെ പറ്റിയിട്ടാണ്. 2014 ലോകത്തിന്റെ 10ാം സ്ഥാനത്തെ 10ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നിട്ട് രാഷ്ട്രത്തെ 10 വർഷം കൊണ്ട് ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയിട്ടുള്ള പരിവർത്തനം ഉണ്ടല്ലോ. 2014 ഫ്രജൈൽ 5 എക്കോണമി എന്ന് വിളിച്ചിരുന്നിടത്ത് നിന്ന് 2023 ആവുമ്പോഴേക്കും IMF പോലെയൊരു സംഘടന ദ ഓൺലി ബ്രൈറ്റ് സ്പോട്ട് ഇൻ അതർവൈസ് ഡാർക്ക് വേൾഡ്, ഇരുണ്ടുകൂടിയിരിക്കുന്ന ലോകത്തിലെ പ്രകാശമുള്ള ഒരേ ഒരു ഇടം, എല്ലാ മീറ്ററുകളിലും വന്നിട്ടുള്ള മാറ്റം ഉണ്ടല്ലോ. അതൊക്കെ പറയാൻ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ട്രാക്ക് റെക്കോർഡ് പറയാൻ ഈ ചർച്ചയുടെ സമയം പോരാ. പക്ഷെ ഓരോ മീറ്ററിലും അച്ചീവ് ചെയ്തിട്ടുള്ള നാഷണൽ ഹൈവേ വികസനത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയുടെ കാര്യത്തിലായിക്കോട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ. ഇവിടെ പലപ്പോഴും ഇവരൊക്കെ ആക്ഷേപമായിട്ട് പറയാറുണ്ട്, നിങ്ങൾ അമ്പലം ഉണ്ടാക്കുന്ന പാർട്ടിയാണ്, നിങ്ങൾക്ക് ആ സമയത്ത് കോളേജുകളോ ആശുപത്രികളോ തുടങ്ങിക്കൂടെയെന്ന്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കോളേജുകൾ തുടങ്ങിയിട്ടുള്ള പാർട്ടി ബി.ജെ.പിയുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. 2014 ഇന്ത്യയിൽ ആകെയുള്ള കോളേജുകളുടെ എണ്ണം 35,000 ആണെങ്കിൽ ഇന്ന് നമ്മൾ 2024 സംസാരിക്കുമ്പോൾ 52,000 മുകളിലാണ്. യൂണിവേഴ്സിറ്റികളുടെ എണ്ണം 2014 750 മാത്രമായിരുന്നെങ്കിൽ ഇന്ന് 2024 നമ്മൾ സംസാരിക്കുമ്പോൾ 1150 ആണ്. IIT-കളുടെ എണ്ണം 7 ആയിരുന്നെങ്കിൽ ഇന്നത് 15 ആണ്. IIM-കളുടെ എണ്ണം 7 ആയിരുന്നെങ്കിൽ ഇന്നത് 15 ആണ്. എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 2014 ഒരു ഫുള്ളി ഓപ്പറേഷനിലും 6 സെമി ഓപ്പറേഷണൽ എയിംസുമായിട്ട് ആകെ 7 എയിംസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 22 എയിംസ് ആണ്. ഇങ്ങനെ ഓരോ മേഖലയിലും, റോഡ് ഗതാഗതത്തിന്റെ കാര്യത്തിൽ, എയർപോർട്ടിന്റെ കാര്യം, 74 എയർപോർട്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് 149 എയർപോർട്ടാണ്. ഡബിൾ ദ നമ്പർ.
ഇങ്ങനെ ഓരോ മീറ്ററിലും ഓരോ പാരാമീറ്ററിലും ഡെലിവറി എങ്ങനെയാ മാറിയത്. 1.78 ട്രില്യൺ എക്കോണമി ആയിരുന്നു ഇന്ത്യ 2014. 2 ട്രില്യൺ തികച്ചില്ല. ഇന്ന് 3.45 ട്രില്യൺ ആയി. 4 ട്രില്യണിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 2027 ആകുമ്പോഴേക്ക് ഇന്ത്യ 5 ട്രില്യൺ എക്കോണമി ആകുമെന്നാണ് ആഗോള ഏജൻസികളൊക്കെ പ്രവചിക്കുന്നത്. അത്രയും വലിയൊരു ഗ്രോത്ത് ആണ്. ആ ഗ്രോത്തിനൊപ്പം ചേരാനാണ് രാജ്യം മുഴുവൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ സാധാരണക്കാർക്കുള്ള സംശയം, രാജ്യം കുതിക്കുമ്പോൾ കേരളം മാത്രം ആ വേഗത്തിനൊപ്പം എത്താൻ കഴിയാതെ കിതച്ചു പോകുമോ? കേരളം മാത്രം ഇതിന് പുറം തിരിഞ്ഞു നിൽക്കുമോ? കേരളം മാത്രം ഈ വികസനത്തിൽ ഭാഗവാക്കല്ലാതായി പോകുമോ എന്നുള്ളതാണ്. കാരണം നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം അതിന് പ്രതിനിധികളില്ല. നരേന്ദ്രമോദി സർക്കാർ നമ്മളോട് വിരോധഭാവമോ വൈരാഗ്യമോ പ്രതികാര ബുദ്ധിയോ ഒന്നും പുലർത്താത്തതുകൊണ്ട് എംപിമാരെ തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിലും നമുക്ക് 2 മന്ത്രിമാരെ തന്നിട്ടുണ്ട്. പക്ഷെ അർഹതയ്ക്കും യോഗ്യതയ്ക്കും അനുസരിച്ചിട്ടുള്ള പ്രാതിനിധ്യം കൊണ്ടുള്ള മന്ത്രിസ്ഥാനങ്ങൾ നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതില്ലാത്തത് കൊണ്ട് കേരളം മാത്രം ഈ വികസന ഗാഥയിൽ നിന്ന് പുറകോട്ടായി പോകുമോ എന്നുള്ള സംശയമാണ് മലയാളി ഇലക്ടറേറ്റ് ഇത്തവണ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കേന്ദ്ര ഭരണത്തിൽ വരുമെന്ന് ഉറപ്പുള്ള നരേന്ദ്രമോദി സർക്കാരിൽ തങ്ങളുടെ പങ്കാളിത്തവും പ്രാതിനിധ്യവും കൂടി ഉറപ്പുവരുത്തണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടാണ് തങ്ങളുടെ പിമാർ കൂടി അവിടെ മന്ത്രിമാരായിട്ട് ഉണ്ടാവണം, അധികാരത്തിന്റെ സോപാനങ്ങളിൽ അവരുണ്ടാവണം, രാജ്യത്തിന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളിൽ അവരുണ്ടാവണം, രാജ്യത്തെ നിയമനിർമ്മാണം നടപ്പാക്കുന്ന സംവിധാനങ്ങളിൽ അവരുണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ്. അല്ലാതെ പ്രതിപക്ഷത്തിരിക്കാനും പ്രതിഷേധിക്കാനും വേണ്ടി ഞങ്ങൾക്ക് കൂടുതൽ പ്രതിനിധികൾ ആവശ്യമില്ല എന്ന കാഴ്ചപ്പാട് മലയാളി ഇലക്ടറേറ്റിന് ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ ഉറച്ച വിശ്വാസം.